ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, നിങ്ങൾക്ക് കാരണമില്ലാതെ ദേഷ്യം വരാറുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കരയാറുണ്ടോ? അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് പോലൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പക്ഷെ കാരണം മനസ്സിലാകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒരിക്കലും വീക്ക് അല്ല എന്ന് മനസ്സിലാക്കാം. ഇത് പെരി മെനോപോസ് ആയിരിക്കാം. ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണും കേട്ടോ. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ലേഡി, അവര് രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അവർ നല്ല ശാന്ത സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അവർക്ക് 38 വയസ്സായപ്പോ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കൂടി, അതായത് അകാരണമായിട്ടുള്ള ദേഷ്യം. അവരുടെ ഉറക്കം കുറഞ്ഞു. അവര് ഒരു കാരണമില്ലാതെ കരയാൻ തുടങ്ങി. ഞാൻ ഒരുപാട് മാറിപ്പോയി, ഞാൻ ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എന്താ സംഭവിക്കുന്നേ, പുള്ളിക്കാരിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആള് എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അങ്ങനെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾക്കും ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു തരണം എന്നുള്ളത്. മക്കളെ, പല സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ സൈലന്റ്ലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഈ പെരി മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് ടീച്ചർമ്മ പറഞ്ഞുതരാം. അതായത് മെനോപോസ് വരുന്നതിന് മുമ്പുള്ള ഫേസിനെയാണ് പെരി മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കും എന്താണ് മെനോപോസ്? അത് മെനോപോസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അതായത് ഇപ്പോ ഒരു 45 അല്ലെങ്കിൽ 45 മുതൽ 55 വയസ്സിനുള്ളിൽ സാധാരണ ഈ ഒരു ഏജ് ഗ്യാപ്പിലാണ്, 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീക്ക് 12 മാസത്തോളം പീരിയഡ്സ് വരാതിരുന്നാൽ അതിനെയാണ് മെനോപോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സമയത്തില് ശരീരത്തിലെ ഹോർമോൺസ് നിലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഈസ്ട്രജനൊക്കെ കുറയുന്ന സമയമാണ്. അപ്പൊ ഈ മെനോപോസ് കാരണം ചില ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ചൂട് തോന്നൽ, അതായത് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയില്ലേ, ഉറക്കക്കുറവ്, മൂഡ് സ്വിങ്സ്, ക്ഷീണം, ചിലപ്പം വിഷാദം പോലുള്ള അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രോഗമല്ല, ഇത് ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഘട്ടമാണ്. നമ്മൾ ശരിയായ ഭക്ഷണം, വ്യായാമം, അതുപോലെ നമ്മുടെ മാനസിക സമാധാനം, ഇതൊക്കെ പാലിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഘട്ടം സുഖകരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്ത്രീകൾക്ക് ഈ സമയത്ത് അവനവനെ തന്നെ കൂടുതൽ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ മെനോപോസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി പെരിയ മെനോപോസ് എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു 35 മുതൽ 45 വയസ്സ്, ആ ഒരു ഗ്യാപ്പിലാണ് ഇത് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സമയത്തും ഈ പറഞ്ഞ പോലെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് വരും. അതാണ് നമ്മുടെ ഈ ഇമോഷൻസ്, ഹെൽത്ത്, അതുപോലെ തന്നെ മൈൻഡ്, ഇതെല്ലാം അഫക്റ്റഡ് ആകുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ പെരിമെനോപോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. മൂഡ് സ്വിങ്സ് വരും. അതുപോലെ തന്നെ സഡൻ ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, അലറുക, ബഹളം വെക്കുക. അതുപോലെ തന്നെ ചിലരിൽ ആങ്സൈറ്റി, ടെൻഷന്, പിന്നെ മുടി കൊഴിച്ചിൽ, ഹെയർ ഫോൾ വരാം. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ, അകാരണമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ്, സ്ലീപ്പ് പ്രോബ്ലംസ്, ഉറക്കമില്ലാത്ത അവസ്ഥ. ഈ പ്രോബ്ലംസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ യെസ് ടീച്ചറമ്മ എന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പോ ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതാണ് മക്കളെ. അപ്പൊ ഈ ഹോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ ഓപ്ര വിൻഫ്രയെ കുറിച്ച് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അവരുടെ പിന്നെ ഓപ്ര വിൻഫ്രെ ഷോയെ കുറിച്ചും അതൊക്കെ ഫേമസ് ആയതിനെ കുറിച്ചും ഒന്നില്ലായ്മ എന്ന് കയറി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഓപ്ര വിൻഫ്രെ. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവില് നമ്മുടെ ഓപ്ര വിൻഫ്രെ പറഞ്ഞിരുന്നു, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. സഡൻ മൂഡ് ചേഞ്ചസ് വരുന്നു, ബോഡി ലാംഗ്വേജ്, ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു, എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീട് അവർ മനസ്സിലാക്കി ഇത്
പെരിമെനോപോസ് ആയിരുന്നു. അവർ പറഞ്ഞൊരു പവർഫുൾ ലൈൻ ഉണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിങ് യുവർ ബോഡി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലവിങ് യുവർ സെൽഫ്. നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല സ്ത്രീകൾക്കും അറിയില്ല എന്താണ് മെനോപോസ്, എന്താണ് പെരിമെനോപോസ്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൂഡ് സ്വിങ്സും ഈ കാര്യങ്ങളൊക്കെ വരുന്ന ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. നമുക്ക് ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുമില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. അപ്പൊ പലപ്പോഴും വല്ലാത്തൊരു ടെൻഷനും ഇതൊക്കെ തോന്നുകയാണ്, എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ആവലാതിയും പലരും പിന്നെ ഇതൊക്കെ അങ്ങ് ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവരോട് എങ്ങനെയാ ചർച്ച ചെയ്യുക എന്ന് ഓർത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള കജോള് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമൻ ഷുഡ് ഓപ്പൺലി ടോക്ക് അബൌട്ട് ബോഡി ചേഞ്ചസ് ആൻഡ് മെന്റൽ ഹെൽത്ത്. അതായത് മാനസിക ആരോഗ്യത്തെ കുറിച്ചും ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഒക്കെ കുറിച്ച് സ്ത്രീകൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. പലർക്കും പീരീഡ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്തോ മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ ചിന്തിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു നോർമലായ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതൊന്നും നമ്മൾ അങ്ങനെ മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുന്നതിലൊന്നും മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന അവസ്ഥയാണ് ഈ പെരിമെനോപോസും മെനോപോസും എന്നൊക്കെ പറയുന്ന അവസ്ഥ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ബോഡി ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പലർക്കും ബോഡിയിൽ ആ ചേഞ്ചസ് വരുമ്പോൾ അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് അവര് വീക്ക് ആക്കുക, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ചിന്തിച്ച് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ ചിന്തിച്ചു കൂട്ടി ഈ ദേഷ്യപ്പെടലും കാരണം വീട്ടിൽ കുറേയധികം പ്രശ്നങ്ങള്, പിള്ളേര് പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലൊക്കെയുള്ള പിള്ളേരാണെങ്കിൽ അവരുടെ പല പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതെ വരിക, അപ്പൊ അവരോട് പിന്നെ തട്ടിക്കയറുക, ദേഷ്യപ്പെടുക, അങ്ങനെ കുറേയധികം ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോ പലർക്കും അവരുടെ ലൈഫിന്റെ കൺട്രോൾ തന്നെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് പറയാൻ നിങ്ങൾ കേട്ടില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുമായിരുന്നു, വീട്ടിൽ കിടന്നാലും ബഹളം വെക്കുക, പിള്ളേരെ അടിക്കുക, ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുക, സന്തോഷമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഫുൾ ടൈം ഹാപ്പി ആയിരുന്നു, ദേഷ്യം എങ്ങോട്ട് പോയെന്ന് അറിയില്ല, അതുപോലെ തന്നെ വീട്ടിൽ സന്തോഷം, സമാധാനം, വീട് സ്വർഗതുല്യമായ അവസ്ഥയായി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ടീച്ചർമാർ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതായത് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അഫർമേഷൻ ആയിട്ട് ഐ എം സ്ട്രോങ്, ഞാൻ സ്ട്രോങ് ആണ്, ഐ എം സേഫ്, ഞാൻ സുരക്ഷിതയാണ്, അതുപോലെ തന്നെ ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ ഐ ഹാവ് പെർഫെക്റ്റ് മെന്റൽ ടഫ്നെസ്. ഈ അഫർമേഷൻ ഒക്കെ നമുക്ക് ആവർത്തിച്ച് പറയാവുന്നതാണ്. അപ്പൊ ഇതിന് വേണ്ടുന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ അല്ലെ ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ മടി എന്ന് പുറത്തുനിന്ന് മേടിക്കുക, അങ്ങനെ ചിന്തിച്ച് മടി പിടിച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിന് പകരം അൺഹെൽത്തി ആയിട്ടുള്ള പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ശീലം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മള് നല്ല പിന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക, അതുപോലെ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ മൂവ്മെന്റ് വളരെയധികം മസ്റ്റാണ്. നിങ്ങൾ രാവിലെ ഒന്നുകിൽ യോഗയോ അല്ലെങ്കിൽ സൂംബയോ അല്ലെങ്കിൽ വാക്കിങ്ങിന് പോവോ, വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി മക്കളെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ലഭിച്ചിട്ടുള്ളതിനൊക്കെ നന്ദി പറയാം. നന്ദി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ആ ഒരു ഹാപ്പി ഹോർമോൺസ് വരുന്നതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിമെനോപോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല, അതൊരു ട്രാൻസിഷൻ ആണ്. നമ്മളൊന്ന് ആലോചിക്കും, നമുക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് അന്ന് നമ്മളൊരു ഗേൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു വിമനായി മാറി അല്ലെ. ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് നമുക്ക് കുറെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ലേ. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഗേളിൽ നിന്ന് വിമനായി മാറിയതാണ് നമുക്ക് ആ ഒരു പീരീഡ്സിന്റെ സമയത്ത് സംഭവിച്ചത്. ഇവിടെ നമ്മൾ മോർ പവർഫുൾ വിമനായി മാറുന്ന പ്രോസസ്സാണ്, ആ ഒരു ഫേസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പെരിമെനോപോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും നിങ്ങൾ വീക്ക് അല്ല, യു ആർ ഇവോൾവിങ് എന്ന് മനസ്സിലാക്കുക മക്കളെ.
ഇന്നു മുതല് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്യരുത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്തോ ഇങ്ങനെ ദേഷ്യക്കാരിയായി പോകുന്നത്, വേണമെന്ന് വെച്ച് ദേഷ്യപ്പെടുന്നത്, എല്ലാം അറിയാതെ വന്നു പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമന്റ് ഇടണേ. മക്കളെ നന്നായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക. അതുപോലെ സിൽവർ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ടീച്ചർമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി അറ്റൻഡ് ചെയ്യാത്തവരാണ്, നമുക്ക് ഈ മാസത്തെ അഡ്മിഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് മെയ് 4-ാം തീയതി ആയിരിക്കും മിക്കവാറും, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾക്ക് പുതിയ ബാച്ച് വരുന്നത്. അപ്പോ അതില് ജോയിൻ ചെയ്യാം. അതുപോലെ പിന്നെ എന്താ പറയാ, എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനും മറ്റു പ്രാക്ടീസുകളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ നല്ല ശാന്തതയിലേക്ക് എത്തും, നല്ല സമാധാനത്തിലേക്ക്, നമുക്ക് 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരൊക്കെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഒക്കെ താഴെ കമന്റിൽ പറയണം. അപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാവും ശരിയാണ്, നമുക്ക് അത്രയും മാറ്റങ്ങൾ വരും കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ സൈലന്റ്ലി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരൊക്കെ മറ്റുള്ളവരോട് അതിനെപ്പറ്റി തുറന്നു പറയാനൊക്കെ ഉള്ള ഒരു വിഷമം കൊണ്ട് അവർ തുറന്നു പറയാത്തതാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, പരിശ്രമം എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. അതുപോലെ നമുക്ക് ഇനി ഇതുപോലുള്ള ഒരുപാട് പവർഫുൾ വീഡിയോസുമായിട്ട് ടീച്ചർമാർ വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.